UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്. എന്തായാലും തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്ന് അൻവറിനോട് ലീഗ് സമ്മതിച്ചതായും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, വിലപേശൽ വിലപ്പോയോ എന്ന്. ഇന്ന് അതിഥിയായി ചേരുന്നത് KPCCയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് AM രോഹിത്താണ് ഇപ്പോൾ തത്സമയം ചേരുന്നത്. എന്താണ് സ്ഥിതി എന്നുള്ളതാണ് നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിക്കുന്ന സൂചനകൾ? ഈ വിലപേശൽ രാഷ്ട്രീയം അൻവറിൻ്റേത് അത് കൃത്യമായി ഫലം കണ്ടു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ഏതായാലും കിട്ടുന്നത്. എന്താണ് കോൺഗ്രസ് പ്രവർത്തകർക്ക്, അണികൾക്ക് ഒക്കെ, നേതാക്കന്മാർക്ക് ഒക്കെ ഫീൽഡിൽ കിട്ടുന്ന സന്ദേശം? അല്ല, ഇവിടെ 100% ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ 3 മാസക്കാലമായി ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ, UDFൻ്റെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും യോഗം ചേർന്ന് ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് ബൂത്ത് കമ്മിറ്റികളായി ഇന്ന് നമ്മുടെ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റ്, ചാർജുള്ള ജില്ലയിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ AP അനിൽകുമാർ ഉൾപ്പെടെ ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, ജനങ്ങൾ ഈ സർക്കാരിനെതിരെ വിധി എഴുതാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറാൻ പോവുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കും. 100% ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിലമ്പൂർ നിയോജകമണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പായിട്ട് മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം UDFനോ കോൺഗ്രസിനോ PV അൻവറിനോ അല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ്. എങ്ങനെയാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു MLA, അൻവറിനെ പോലെയുള്ള ഒരു MLA രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്? അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനാണ്. ആ ആഭ്യന്തര വകുപ്പ് പരിപൂർണമായി RSS വൽക്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നിലമ്പൂരിൻ്റെ മുൻ ജനപ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ ADGP MR അജിത് കുമാർ, അദ്ദേഹത്തിന് RSS നേതൃത്വവുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനമുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം പോലെയുള്ള കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളുടെയും വലിയൊരു ഉത്സവം രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, അതിനെ തകർക്കുവാൻ വേണ്ടി BJPയുമായി ചേർന്നുകൊണ്ട് ADGP ഒത്തുകളിച്ചു. ഇത് പറഞ്ഞത് അൻവറിന്റെ ആരോപണങ്ങൾ ആവർത്തിക്കേണ്ട രോഹിത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ആരോപണങ്ങൾ ഉയർത്തിയ അൻവറിനെ മുന്നണിയിലെടുക്കാൻ എന്തായിരുന്നു UDFന് ഇത്രയും കാലം തടസ്സം? ഇപ്പോൾ ഈ അൻവറിനെ കൊണ്ട് വിലപേശൽ രാഷ്ട്രീയം കളിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചതാരാണ്? അല്ല, അങ്ങനെ ഒരിക്കലും ആ തരത്തിലേക്ക് നമ്മൾ ഇതിനെ വിലയിരുത്താൻ പറ്റില്ല. UDF എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള നിരവധിയായ കക്ഷികൾ ചേർന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലേക്ക് ഒരു പുതിയ പാർട്ടിയെ ജോയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന TMCയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നിരവധിയായ ചർച്ചകൾ അനിവാര്യമാണ്. ദേശീയ നേതൃത്വത്തിൻ്റെ സമ്മതം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം, നിരവധിയായ കൂടിയാലോചന ഉണ്ടാകണം. അല്ലാതെ ഒറ്റയടിക്ക് ഒരു കക്ഷി വിട്ടുവരുമ്പോൾ അവരെ UDFലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അൻവറിന് ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കാമെന്നാണ്. അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിജയം കാണണമെങ്കിൽ അദ്ദേഹത്തിനോട് UDFനോട് അനുകൂലമായി നിൽക്കണമെന്ന് വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് UDF പോകുന്നുവെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ രാവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം വരികയാണ്, അവർ മത്സരിക്കുന്നു എന്ന്. പിന്നെ അതിന് പിന്നാലെ KPCCയുടെ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് പോകുന്നു, അൻവറിനോട് സംസാരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ നാടകങ്ങൾ? അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാനാണോ, അസോസിയേറ്റ് കക്ഷിയായിട്ട് എടുക്കാനാണോ ഒക്കെ തീരുമാനമുണ്ടെങ്കിൽ അത് നേരത്തെ ആകാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് എന്തിനാണ് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഏതായാലും UDFനോ UDFൻ്റെ പ്രവർത്തകർക്കോ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇല്ലാത്തതുപോലെയുള്ള വലിയ ഐക്യം രൂപപ്പെട്ട് ഞങ്ങൾ ഫീൽഡിൽ നിൽക്കുകയാണ്.
അൻവറുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ UDF എടുക്കണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ ആ വിഷയം പരിഹരിക്കപ്പെടും. അൻവറിനെ പോലെയുള്ള ഒരു മുൻ ജനപ്രതിയായിരുന്ന ആൾക്ക് ഈ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ വിധിയെഴുത്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗവാക്കാവുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു കൺഫ്യൂഷനും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ നയിക്കുന്നത്. രോഹിത്, നിങ്ങൾ പറഞ്ഞു കൺഫ്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും നിങ്ങളെപ്പോലുള്ളവർക്കെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ PV അൻവറിനെ UDFിലേക്ക് എടുക്കും എന്ന കാര്യത്തിൽ? അതല്ലെങ്കിൽ ഈ വെറുമൊരു നേതാവല്ലല്ലോ PV അൻവർ, അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം കാരണം ആണ് ആ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ നിങ്ങൾ എല്ലാവരും ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് കൺഫ്യൂഷൻ ഇല്ല എന്ന് പുറമേക്ക് പറയാൻ പറ്റുമെങ്കിലും ഉറപ്പുണ്ടോ PV അൻവറിനെ UDFിന്റെ ഭാഗം ആക്കുമെന്ന്? ഇനി അസോസിയേറ്റഡ് കക്ഷിയോ എന്തെങ്കിലും എന്ത് തന്നെയായാലും UDFിന്റെ ഭാഗം ആക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനാകുമോ? അല്ല, അത്തരമൊരു ഉറപ്പ് ഇത്തരം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറയേണ്ട ഒരാളല്ല. അത് പറയേണ്ടത് കേരളത്തിലെ UDFിൻ്റെ ചെയർമാൻ ഉൾപ്പെടെ കൺവീനർ ഉൾപ്പെടെയുള്ള ഒരു വലിയ നേതൃനിരയുണ്ട്. അവരാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അൻവർ ഈ UDFിൻ്റെ കക്ഷിയാകുമെന്നൊക്കെ പറയേണ്ടത്. പക്ഷേ ഇപ്പോഴും ഞാൻ വളരെ കൃത്യമായിട്ട് പറയാമല്ലോ, അൻവറിനുൾപ്പെടെയുള്ള ആളുകൾ ഈ സമയം വരെയായിട്ടും UDFിന് എതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിട്ടില്ല. അത്തരമൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു. അതും ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചു. CPM-മായി ചർച്ചയ്ക്ക് പോയി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ചർച്ചയ്ക്ക് പോയി എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചു. അതിലേക്ക് ആരാണ് വഴിവെച്ചത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഒരിക്കലുമില്ല. ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരു UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഇന്നലകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആൾ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള ഈ പാർട്ടി ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച ഒരു വ്യക്തിയുടെ മകൻ, അദ്ദേഹം ഒരു ചെറിയ സീറ്റിന് വേണ്ടി ഇടതുപക്ഷവുമായി സഹകരിച്ചു, ഒരു ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് നിലമ്പൂരിലെ ജനങ്ങളെന്നല്ല, കേരളത്തിലെ ഒരു ജനങ്ങൾ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അൻവർ അത്തരം ഒരു നിലപാട് പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും തരമില്ല. പക്ഷേ തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം അതിന്റെ ചൂടിലേക്ക് വരികയാണ്. തീർച്ചയായും ഈ മുന്നണിയുമായി സഹകരിക്കേണ്ടി വരും. ഞങ്ങൾ ആ അൻവറിനെ കൂടെ കൂട്ടാൻ അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലേ? കോൺഗ്രസ് നേതാക്കന്മാർക്ക്, പ്രാദേശിക നേതാക്കന്മാർക്കൊക്കെ എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ല. അങ്ങനെ UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം ഉയർത്തിയ PV അൻവറിനെ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും? അല്ല, അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ മൂലം അദ്ദേഹം പറഞ്ഞതായിരിക്കാം. അദ്ദേഹത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തതയില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, UDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിലമ്പൂരിലെയും കേരളത്തിലെയും ഞങ്ങളുടെ പാർട്ടിക്കും വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കേവലം ഒരു സീറ്റിന് വേണ്ടി ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. അൻവർ ഈ സമയം വരെയിട്ടും 9 വർഷക്കാലം UDF ഉയർത്തിയ അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് കുറച്ചും കൂടി ശക്തിയായിട്ട് കഴിഞ്ഞ മാസങ്ങളായിട്ട് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അൻവറിന് പുറകോട്ട് പോകാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അൻവറിന് മാത്രമല്ല, ഇടതുപക്ഷത്തിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ സർക്കാരിനെതിരെ ഒരു താക്കീത് നൽകാൻ കിട്ടുന്ന അവസരമാണ്. ആ അവസരം പാഴാക്കാതെ കൃത്യമായി വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം അൻവറിനുണ്ട്. അത് കൃത്യമായി അദ്ദേഹം വിനിയോഗിക്കുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിൽക്കുന്നത്. നന്ദി അഡ്വക്കേറ്റ് AM രോഹിത്. ഈ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് എത്തിയതിന് വളരെയധികം നന്ദി. ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.